നെറുകയിൽ രാസ്നാദി തൈലം, കാൽവെള്ളയിൽ ഗ്രാമ്പു എണ്ണ ചേർത്ത് ചൂട് പിടിപ്പിക്കണം. ആ ശരി. വരൂ. നിങ്ങൾ ചെല്ല്, ഞാൻ അകത്ത് കാണും. നാളുകൾ 3. ഇട, പിങ്കള, സുഷുമ്ന 3 കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ചലനത്തിന് വേണ്ട 41 നാഡികൾ ഇതിൻ്റെ ശാഖകളാണ്. ഒക്കെ ഉറങ്ങിക്കിടക്കുകയാണെന്ന് തന്നെ പറയാം. വൈദ്യര് പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിനയായിട്ട് എണീറ്റ് നടക്കണം, അതാ വേണ്ടത്. അതിനെന്ത് ചെയ്യാൻ പറ്റുമോ അത് വൈദ്യര് ചെയ്യണം. അതൊക്കെ അറിയാം. എന്നാലും രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പറയാതായല്ലോ. ഏതവസ്ഥയിൽ വന്നാലും എഴുന്നേറ്റ് നടത്തും ഉണ്ണിവൈദ്യര് എന്നാണ് എല്ലാവരും പറയാറ്. ഞങ്ങൾക്കത് മാത്രമേ അറിയൂ. അത് തന്നെ ഞങ്ങളുടെ വിനയേട്ടൻ്റെ കാര്യത്തിൽ ഉണ്ടാവണം. അതിനുവേണ്ടി എന്തൊക്കെ ചികിത്സ വേണോ അതൊക്കെ ചെയ്യാം. ഒക്കെ ശരി തന്നെ. വൈദ്യരെന്ത് ചെയ്യുന്നുവെന്ന് ആവശ്യം വേണ്ടതൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? എന്റെ നിഗമനവും ചികിത്സയും ഇതുവരെ പിഴച്ചിട്ടില്ല. ധന്വന്തിരി കടാക്ഷം എപ്പോഴും എന്നോടൊപ്പം ഉണ്ട്. 7 ദിവസം അസ്ഥി, വസ്തി, ധാര, ഉഴിച്ചില് ഒക്കെ വേണ്ടിവരും. ശേഷം നല്ലിരിക്കൽ 14 ദിവസം. പഥ്യം ഉറപ്പായും വേണം. നാഡീഞരമ്പുകൾക്ക് ക്ഷതമാണോ പിണച്ചിലാണോ എന്നനുസരിച്ച് മാറ്റം ഉറപ്പായി ഉണ്ടാവും. ഒക്കെ എന്താന്ന് വെച്ചാ വൈദ്യര് പറയുന്ന പോലെ ചെയ്യാം. നല്ല ചെലവ് വരും. അതിനനുസരിച്ച് എണീറ്റ് നടക്കുകയും ചെയ്യും. പിന്നെ ഇപ്പോ ഓർമ്മയോ തിരിച്ചറിവോ ഇല്ല. ശിരോവസ്ഥയിൽ ഓർമ്മ ഉണരുമെന്നാണ് വ്യവസ്ഥ. ചെലവ് എത്രയായാലും വേണ്ടില്ല, ഒക്കെ മാറി എണീറ്റ് വന്നാ മതി. എന്നാൽ പണം അടച്ചു വയ്ക്കോളൂ. ഇവിടെ ആരും വേണ്ട, കൈക്കാരുണ്ടേ. അല്ല, ഞാനിവിടെ കൂട്ടി നിൽക്കാം. എന്തിന്? തനിക്ക് ഉഴിച്ചിലോ പിഴിച്ചിലോ വശമുണ്ടോ? ഇല്ല. പിന്നെന്തിനാ? കാവലിന് ഇവിടെ ആളുണ്ട്. ധൈര്യമായി വെക്കോളൂ. പണം ഇടതുവശത്ത് ഓഫീസിൽ അടച്ചാൽ മതി. ഏട്ടത്തി ധൈര്യമായിട്ട് നടന്നോ. ഞാൻ ദിവസം വന്ന് കാര്യങ്ങൾ തിരക്കിക്കോളാം. പോരെ? വാ. ശരി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.